ശബരിമലയിലെ കനകശോഭയെ കെടുത്തിയ സ്വർണ്ണക്കൊള്ള കേസ് ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും ആസ്ഥാനമായ സന്നിധാനത്ത് നടന്ന ഈ വൻ കൊള്ളയിൽ ഇന്നലെയാണ് പ്രതീക്ഷിക്കാത്ത ഒരാളിലേക്ക് കൂടി അന്വേഷണ സംഘത്തിന്റെ കൈകൾ എത്തിയത്. ശബരിമല തന്ത്രി കണ്ഠര് രാജീവനാണ് ഇന്നലെ അറസ്റ്റിലായത്. തന്ത്രിയുടെ അറസ്റ്റ് കേവലം ഒരു വ്യക്തിയുടെ അറസ്റ്റാണോ, അതിനപ്പുറം അധികാരത്തിന്റെ ഇടനാഴിയിലേക്കുള്ള ഒരു വലിയ വാതിൽ തുറക്കലാണോ, തന്ത്രിയിലൂടെ മന്ത്രിയിലേക്കോ എന്ന ചോദ്യം കേരള രാഷ്ട്രീയത്തിലും നിയമകേന്ദ്രങ്ങളിലും ഒരുപോലെ അലയടിക്കുകയാണ്. കാരണം ദേവസ്വം വകുപ്പ് മന്ത്രിയെ SIT ചോദ്യം ചെയ്തിരുന്നു. എന്തായാലും തന്ത്രിയുടെ അറസ്റ്റിലെ നിയമസാധുതയും ഈ കൊള്ളപ്പണം എങ്ങോട്ടൊക്കെ സഞ്ചരിച്ചു എന്നതിനെ കുറിച്ചുമുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വെള്ളിയാഴ്ചയാണ് തന്ത്രി കണ്ഠര് രാജീവരെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമായിരുന്നു ഇത്. 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്ത പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഈ അറസ്റ്റിന് പിന്നിലെ നിയമവശങ്ങളും സാഹചര്യങ്ങളും പരിശോധിക്കുമ്പോൾ പല വിധത്തിലുള്ള സംശയങ്ങളും ഉയർന്നു വരുന്നുണ്ട്. പ്രത്യേകിച്ചും തന്ത്രിയുടെ അറസ്റ്റ് അല്പം തിടുക്കപ്പെട്ടുള്ളതായി പോയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ വളരെ പ്രസക്തമായി മാറിയിരിക്കുന്നത്. SIT ഇതുവരെ നടത്തിയ അന്വേഷണം വളരെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു. എന്നാൽ ഇടയ്ക്ക് ചില അറസ്റ്റുകളിൽ താമസം ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിന് പിന്നാലെ ഹൈക്കോടതിയുടെ കൃത്യമായ ഇടപെടലുകൾ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളെ ചിലരെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് എത്തിച്ചിരുന്നു. തന്ത്രി കണ്ഠര് രാജീവരുടെ റിമാൻഡ് റിപ്പോർട്ടിലെ പരാമർശങ്ങൾ നിയമപരമായി എത്രത്തോളം നിലനിൽക്കുമെന്നത് തർക്ക വിഷയമാണ്. കാരണം റിപ്പോർട്ടിൽ പറയുന്ന പ്രധാന കുറ്റം അദ്ദേഹം താന്ത്രിക വിധി പാലിക്കാതെയും ആചാര ലംഘനം നടത്തിയുമാണ് സ്വർണ്ണക്കടത്തിന് കൂട്ടുനിന്നത് എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. ഇവിടെയാണ് നിയമപരമായ പൊരുത്തക്കേട് വരുന്നത്. ഇന്ത്യയിലെ ശിക്ഷാ നിയമപ്രകാരം ഒരാൾ ആചാരങ്ങൾ തെറ്റിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല. മതപരമായ ചടങ്ങുകളിലെ വീഴ്ചകൾ കൈകാര്യം ചെയ്യേണ്ടത് ആ ചട്ടക്കൂടിനുള്ളിലാണ്, അല്ലാതെ പോലീസ് കേസിലൂടെയല്ല. മനുഷ്യ ശരീരത്തിനോ വസ്തുവകകൾക്കോ ദോഷം വരാത്ത രീതിയിലുള്ള വിശ്വാസപരമായ ചടങ്ങുകൾ തെറ്റിക്കുന്നത് ഒരു ഒഫൻസായി നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ലെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആചാര ലംഘനം എന്ന കുറ്റാരോപണം കോടതിയിൽ എത്തുമ്പോൾ തന്ത്രിക്കെതിരെയുള്ള കേസ് ദുർബലമാകാൻ സാധ്യതയുണ്ടെന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ശബരിമലയിലെ ഭരണ സംവിധാനം പരിശോധിച്ചാൽ തന്ത്രി ഒരു സബോർഡിനേറ്റ് ഓഫീസറെ പോലെയാണ്. അവിടെ കൃത്യമായ ശമ്പളവും ദക്ഷിണയും കൈപ്പറ്റുന്ന ഒരാൾക്ക് ക്ഷേത്രത്തിലെ സ്വർണമോ മറ്റു ശില്പങ്ങളോ കടത്തിക്കൊണ്ടു പോകുന്നതിൽ എത്രത്തോളം നിയന്ത്രണമുണ്ട് എന്നത് ഗൗരവകരമായ കാര്യമാണ്. ശബരിമലയിലെ യഥാർത്ഥ സംരക്ഷകർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ദേവസ്വം മന്ത്രിയുമാണ്. അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അവിടെ നിന്ന് ഒന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളോ കട്ടിളപ്പാളികളോ മാറ്റുന്നതിന് തന്ത്രിയുടെ പ്രത്യേക സമ്മതം ആവശ്യമില്ലെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതിനായി തയ്യാറാക്കിയ മഹസറിൽ അദ്ദേഹം ഒപ്പിട്ടിട്ടുമില്ല. ആചാരപരമായ പൂജകളില്ലാതെയാണ് ഇവ മാറ്റിയതെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ആ ഇടപാടിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നല്ലേ? ഇത്രയും വലിയൊരു മോഷണം അവിടെ നടക്കുമ്പോൾ സെക്യൂരിറ്റി ഓഫീസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും എവിടെയായിരുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. ഇനി സാമ്പത്തിക വശം പരിശോധിച്ചാൽ തന്ത്രിയെ പോലൊരു വ്യക്തി ഇത്തരമൊരു തട്ടിപ്പിൽ നിന്ന് കമ്മീഷൻ കൈപ്പറ്റുമെന്ന് വിശ്വസിക്കാൻ പൊതുസമൂഹത്തിന് ഏറെ പ്രയാസമാണ്. ശബരിമലയിലെ തന്ത്രി എന്ന നിലയിലുള്ള പദവിയും അതിലൂടെ ലഭിക്കുന്ന വരുമാനവും അദ്ദേഹത്തിനുണ്ട്. കൂടാതെ ദക്ഷിണേന്ത്യയിലെ നിരവധി പ്രമുഖ ക്ഷേത്രങ്ങളിൽ പൂജകൾക്കായി അദ്ദേഹം പോകാറുമുണ്ട്. ഇത്രയും വലിയൊരു ആത്മീയ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി സ്വർണ്ണക്കൊള്ളയിലെ കേവലം ചില വിഹിതങ്ങൾക്ക് വേണ്ടി തന്റെ പദവി ദുരുപയോഗം ചെയ്യുമോ എന്നത് ഗൗരവകരമായി ചിന്തിക്കേണ്ട ഒന്നാണ്. നിലവിൽ തന്ത്രിക്കെതിരെ SITയുടെ പക്കൽ മറ്റെന്തെങ്കിലും രഹസ്യ തെളിവുകൾ ഉണ്ടോ എന്ന വ്യക്തമല്ല. മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായോ മറ്റ് പ്രതികളുമായോ തന്ത്രിക്ക് നേരിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നും അദ്ദേഹത്തിന്റെ അക്കൗണ്ടുകളിലേക്ക് ഈ സ്വർണ്ണക്കൊള്ളയിലെ പണം എത്തിയിട്ടുണ്ടോ എന്നും കൃത്യമായി തെളിയിക്കപ്പെടേണ്ടതുണ്ട്. ജനുവരി 13 ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലെ ആചാരപരമായ കാര്യങ്ങൾക്കപ്പുറം മറ്റ് കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെങ്കിൽ
അദ്ദേഹത്തിന് ഒരുപക്ഷെ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും നിയമവിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ശബരിമലയിലെ സ്വർണക്കൊള്ളയിലൂടെ സമാഹരിച്ച കോടികൾ എങ്ങോട്ടാണ് ഒഴുകിയത്? ഇത് ആരുടെയൊക്കെ അക്കൗണ്ടുകളിലൂടെയാണ് വട്ടം കറങ്ങിയത് എന്നും കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. താൻ ദൈവതുല്യം കരുതിയവർ പോലും ഈ കൊള്ളയിലുണ്ട് എന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ വൻതോതിലുള്ള ഗൂഢാലോചനയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഇവിടെ ദൈവതുല്യർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത് അറസ്റ്റിലായ തന്ത്രിയെയാണോ അതോ ഭരണ പാർട്ടി സംവിധാനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ഉന്നത നേതാക്കളെയാണോ എന്നതിൽ ഇപ്പോഴും ദുരൂഹത നിലനിൽക്കുന്നു. രാഷ്ട്രീയത്തിലെ ഉന്നതരെയും തങ്ങളുടെ വിഗ്രഹങ്ങളായി കാണുന്ന അണികളുള്ള നാട്ടിൽ ഈ പണം വിദേശ രാജ്യങ്ങൾ വഴി വെളുപ്പിച്ചെടുത്തിട്ടുണ്ടോ എന്ന് ഗൗരവപരമായി പരിശോധിക്കേണ്ടതുണ്ട്. കൊള്ളപ്പണം ഉപയോഗിച്ച ചില ഉന്നതർ വിദേശയാത്രകൾ നടത്തിയതായും ആഡംബര കൊട്ടാരങ്ങളും ഭൂസ്വത്തുക്കളും വാങ്ങിക്കൂട്ടിയതായും പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. പണത്തിന്റെ ഈ സഞ്ചാരപഥം കൃത്യമായി പുറത്തു കൊണ്ടുവന്നാൽ മാത്രമേ കൊള്ളയിലെ യഥാർത്ഥ ഗുണഭോക്താക്കളെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കൂ. കേരളത്തിന്റെ കണ്ണും കാതും ഇനി വരാനിരിക്കുന്ന നിർണായക ദിവസങ്ങളിലേക്കാണ്. സ്വർണക്കൊള്ള കേസിൽ തന്ത്രി ഉൾപ്പെടെ ഇതുവരെ 13 പേരെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ അന്വേഷണം ഇവിടെ അവസാനിപ്പിക്കരുത്. ഈ കൊള്ളയുടെ ഗുണഭോക്താക്കളായ ഉന്നത ഉദ്യോഗസ്ഥരോ മന്ത്രിമാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അധികാരത്തിന്റെ പദവി നോക്കാതെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം. കൊള്ള മുതൽ എങ്ങോട്ടൊക്കെ ഒഴുകി എന്ന് കണ്ടെത്താൻ വിജിലൻസിനും ഹവാല ഇടപാടുകളോ കള്ളപ്പണം വെളുപ്പിക്കലോ നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ ഇഡിക്കും സാധിക്കണം. അനധികൃതമായി സമ്പാദിച്ച ഈ സ്വത്തുക്കളും ആഡംബര വസ്തുക്കളും കണ്ടുകെട്ടുന്നത് അടക്കമുള്ള കർശന നടപടികൾ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ട്. തന്ത്രിയുടെ അറസ്റ്റ് രാഷ്ട്രീയമായ പ്രതികാരമാണെന്ന് വിശ്വസിക്കുന്നവർക്ക് കൃത്യമായ തെളിവുകളിലൂടെ മറുപടി നൽകാൻ SITക്ക് കഴിയണം. നിയമം അതിന്റെ സ്വാഭാവികമായ വഴിക്ക് നീങ്ങുമ്പോൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിരപരാധികൾ ക്രൂശിക്കപ്പെടാതിരിക്കാനും അതേസമയം തന്നെ സ്വാധീന ശക്തിയുള്ള യഥാർത്ഥ കുറ്റവാളികൾ രക്ഷപ്പെടാതിരിക്കാനും അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്.